നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ ബൈനാൻസിന്റെ ഫൗണ്ടർ ആരാണെന്ന്? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചാംപെങ് സാവോ. നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന CC. വെറും ഒരു സാധാരണക്കാരിൽ നിന്ന് കോടികളുടെ ക്രിപ്റ്റോ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഈ മനുഷ്യന്റെ കഥ ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. നമുക്ക് CCയുടെ കഥയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിപ്റ്റോ. ദിസ് ഈസ് ക്രിപ്റ്റോഫ്ലിക്സ്. 1977 ചൈനയിലാണ് CC ജനിച്ചത്. 12-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം കാനഡയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി CC പല ജോലികളും ചെയ്തു, മക്ഡൊണാൾഡ്സിലും രാത്രി പെട്രോൾ പമ്പിലുമൊക്കെ. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും CC കമ്പ്യൂട്ടർ സയൻസ് പഠനം പൂർത്തിയാക്കിയെങ്കിലും വലിയ ജോലി സാധ്യതകളൊന്നും ഉണ്ടായില്ല. തന്റെ കമ്പ്യൂട്ടർ നോളജ് CC സാമ്പത്തിക രംഗത്ത് ഉപയോഗിച്ചു തുടങ്ങി. ബ്ലൂംബർഗിന് വേണ്ടി സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകി. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന് വലിയ അറിവ് നൽകി. പിന്നീട് സ്വന്തമായ ഒരു ട്രേഡിംഗ് കമ്പനിയും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. 2013 പോക്കർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് CC ആദ്യമായി ബിറ്റ്കോയിനെ പറ്റി കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി അദ്ദേഹത്തിന്റെ ജോലി വിട്ട് ഇതിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ സുഹൃത്തും ക്രിപ്റ്റോ ലോകത്തെ പ്രമുഖനുമായ ബോബി ലീയുടെ വാക്കുകളാണ് അദ്ദേഹത്തെ ബിറ്റ്കോയിനിലേക്ക് കൂടുതലായി ആകർഷിച്ചത്. തന്റെ ഫ്ലാറ്റ് വെറ്റാണ് അദ്ദേഹം ആദ്യമായി ബിറ്റ്കോയിൻ വാങ്ങുന്നത്. പലർക്കും ഇതൊരു ഭ്രാന്തൻ തീരുമാനമായി തോന്നിയെങ്കിലും അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. blockchain.info എന്ന പ്രോജക്റ്റിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ OKCoin എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചിന്റെ ടെക്നിക്കൽ ഹെഡായി ചുമതലയേൽക്കുകയും ചെയ്തു. സ്വന്തമായ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, അതായിരുന്നു CCയുടെ സ്വപ്നം. 2017 ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. അതാണ് ബൈനാൻസ്. വെറും $15 മില്യൺ മാത്രം ഉപയോഗിച്ചാണ് ബൈനാൻസ് തുടങ്ങുന്നത്. ലോ ഫീസ്, ഫാസ്റ്റർ ട്രാൻസാക്ഷൻ, യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം, ഇതൊക്കെ ജനപ്രിയമാക്കി ബൈനാൻസിനെ. വെറും 6 മാസം കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചായി മാറാൻ ബൈനാൻസിന് സാധിച്ചു. ചൈനയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CC വേഗത്തിൽ തന്നെ ജപ്പാനിലേക്ക് ബൈനാൻസിനെ മാറ്റി. ഏത് പ്രശ്നത്തിലും തളരാതെ മുന്നോട്ട് പോയ CC ആണ് യഥാർത്ഥ പോരാളി. ബൈനാൻസ് ഇന്ന് വെറും ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അല്ല, ഒരു ബ്ലോക്ക് ചെയിൻ സാമ്രാജ്യമാണ്. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ, ബൈനാൻസ് ലാബ്സ് എന്നിങ്ങനെ പുതിയ സംരംഭങ്ങൾ ഒത്തിരിയാണ് അവർക്ക്. ഇപ്പോൾ ഏകദേശം $64.8 ബില്യൺ ആസ്തിയുള്ള CC ലോക സമ്പന്നന്മാരിൽ ഒരാളാണ്. ഈ അടുത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ക്രിപ്റ്റോ ലോകത്ത് വലിയ സ്വാധീനമാണ് CCക്കുള്ളത്. മക്ഡൊണാൾഡ്സിലെ ജീവനക്കാരിൽ നിന്ന് ക്രിപ്റ്റോ ലോകത്തെ അധിപനായി മാറിയ ചാംപെങ് സാവോയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്തുമെന്നാണ്. അതുപോലെ തന്നെ എന്തു പ്രശ്നമുണ്ടെങ്കിലും ധൈര്യത്തോടെ തന്നെ നേരിടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കുക. ക്രിപ്റ്റോ മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.